നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമ്പുകുത്തി ഗോവിന്ദമൂലച്ചിറയിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മരിച്ചത് മൂലങ്കാവിലെ റിൻഷാദ്. അപകടം അവധിക്കാലത്തെ ബന്ധുവീട് സന്ദർശനത്തിനിടെ. മരണക്കെണിയായി ഗോവിന്ദമൂലച്ചിറ. മുങ്ങിമരണം തുടർക്കഥയായിട്ടും DTPCക്കും നെന്മേനി പഞ്ചായത്തിനും അറിഞ്ഞ ഭാവമില്ല. ചിറ സന്ദർശിക്കാൻ പോലും കൂട്ടാക്കാതെ DTPC അധികൃതർ. കൽപ്പറ്റ കോടതിയിൽ നിന്ന് റിമാൻഡ് പ്രതി രക്ഷപ്പെട്ടത് പെരിന്തൽമണ്ണ മേലാറ്റൂരിലെ മൻസൂർ. ചീരാൽ കായൽക്കുന്ന് നായ്ക്ക കോളനിയിൽ കുടിവെള്ളമില്ലാതെ 100ഓളം കുടുംബങ്ങൾ. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ല. ഭക്ഷ്യസുരക്ഷാ വിഭാഗം ജില്ലയിൽ പരിശോധന കർശനമാക്കി. 14 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ്. പരിശോധന പകർച്ചവ്യാധികളുടെ പശ്ചാത്തലത്തിൽ. മാനന്തവാടി പത്തനംതിട്ട ശബരി സൂപ്പർ ഡീലക്സ് സർവീസിന് ശനിയാഴ്ച ഫ്ളാഗ് ഓഫ്. വിശദമായ വാർത്തകളിലേക്ക്. നെന്മേനി പഞ്ചായത്ത് അമ്പുകുത്തി ഗോവിന്ദമൂലച്ചിറയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മൂലങ്കാവിലെ നടുക്കണ്ടി ഹംസയുടെ മകൻ റിൻഷാദാണ് മരിച്ചത്. 15 വയസ്സായിരുന്നു. മൂലങ്കാവ് HSSൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ റിൻഷാദ് അമ്മായിപ്പാലത്തെ ബന്ധുവീട്ടിൽ വിരുന്നു വന്നതായിരുന്നു. ഇന്ന് രാവിലെ 7 മണിയോടെ കൂട്ടുകാരോടൊപ്പം ഗോവിന്ദമൂലച്ചിറയിൽ കുളിക്കാനെത്തിയ റിൻഷാദ് കാൽ വഴുതി ചിറയ്ക്കുള്ളിൽ അകപ്പെടുകയായിരുന്നു. വെപ്രാളത്തിൽ കൂടെയുള്ള കുട്ടികൾക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ചിറയിൽ തുണി അലക്കാൻ വന്ന സമീപവാസിയായ സ്ത്രീയാണ് കുട്ടി ചിറയ്ക്കുള്ളിൽ അകപ്പെട്ട കാര്യം പുറം ലോകത്തെ അറിയിച്ചത്. വിവരമറിഞ്ഞ് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചിറയിലെത്തി നടത്തിയ തെരച്ചിലിൽ 9 മണിയോടെ മൃതദേഹം കണ്ടെത്തി. അമ്പലവയൽ പോലീസ് മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി അമ്പലവയൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വയനാട് ന്യൂസ്, അമ്പലവയൽ. മരണക്കെണിയായി ഗോവിന്ദമൂലച്ചിറ. ചിറയിൽ മുങ്ങിമരണം തുടർക്കഥയായി. DTPCയുടെ അധീനതയിലുള്ള ചിറയ്ക്ക് പഞ്ചായത്തോ DTPCയോ ഒരു സുരക്ഷാ ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടില്ല. DTPC ചിറ ഏറ്റെടുത്തിട്ട് വർഷങ്ങളായെങ്കിലും ചിറയുടെ സംരക്ഷണത്തിന് വകയിരുത്തുന്ന ഫണ്ട് വിനിയോഗിക്കാറില്ല. ഒടുവിൽ കഴിഞ്ഞ വർഷം ചിറയുടെ സംരക്ഷണത്തിന് DTPC വകയിരുത്തിയത് 30 ലക്ഷം രൂപയാണ്. അരികുഭിത്തി കെട്ടാനും ചെളി കോരി മാറ്റാനും ചിറയ്ക്കുള്ളിലെ പാറകൾ പൊട്ടിച്ചു മാറ്റാനും മറ്റുമാണ് തുക വിനിയോഗിച്ചത്. എന്നാൽ ചിറ കാണാനെത്തുന്നവർ ചിറയ്ക്കുള്ളിൽ ഇറങ്ങാതിരിക്കാൻ സംരക്ഷണ ഭിത്തിയോ ആഴത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേലിക്കെട്ടുകളോ അപകട മുന്നറിയിപ്പുകളോ ഒന്നും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. ചിറയ്ക്ക് സമീപം ചിലർ മദ്യപിക്കാനെത്തുന്നതും അപകടത്തിൽപ്പെടുന്നതും സാധാരണമാണ്. 2 വർഷം മുമ്പ് നീർച്ചാൽ സ്വദേശി ഈ കുളത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്. അപകടങ്ങൾ തുടരെ ഉണ്ടാകുമ്പോൾ പോലും DTPC അധികാരികൾ സ്ഥലം സന്ദർശിക്കാറ് പോലുമില്ലെന്ന് നാട്ടുകാർ ആക്ഷേപിച്ചു. പഞ്ചായത്തും അപകടച്ചിറയെ അവഗണിക്കുകയാണ് പതിവ്. എത്രയും വേഗം സംരക്ഷണ ഭിത്തിയും മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ച് ചിറ അപകടമുക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപകട മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. രണ്ടാൾ ഇതിനു മുമ്പ് ഇതേപോലെ മരിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 3-4 വർഷം മുമ്പ് DTPC ഏറ്റെടുക്കുകയും ലക്ഷക്കണക്കിന് രൂപ ഫണ്ട് ആക്കുകയും 30 ലക്ഷം രൂപ ടെൻഡർ ചെയ്യുകയും ചെയ്തൊരു ഗോവിന്ദമൂല ചിറയാണിത്. ഇതിൽ ഇതുവരെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളോ ഒരു ബോർഡ് പോലും ഇതുവരെ വെച്ചിട്ടില്ല. അത് മാത്രമല്ല, ചിറ അളന്ന് തിരിച്ചിട്ടില്ല. താലൂക്കിൽ നില അളന്നു തിരിക്കാന്ന് പറയും, ഇതുവരെ വന്നിട്ടില്ല. ഒരു കാരണവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് DTPC ഏറ്റെടുത്ത സ്ഥിതിക്ക് അവരിതിന്റെ വർക്ക് തീർക്കുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ബിനേഷ് മാത്യു, വയനാട് ന്യൂസ്, അമ്പലവയൽ. റിമാൻഡ് പ്രതി പോലീസിനെ കബളിപ്പിച്ച് കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു. പെരിന്തൽമണ്ണ മേലാറ്റൂർ ഇബ്രാഹിം എന്ന മൻസൂറാണ് ഇന്ന് കൽപ്പറ്റ കോടതിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. മദ്യപിച്ച് വാഹനം ഓടിച്ച കേസിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോഴാണ് പ്രതി ഇറങ്ങി ഓടിയത്. മൻസൂർ വിവിധ കേസുകളിൽ പ്രതിയാണ്. പോലീസ് പിറകെ ഓടിയെങ്കിലും മൻസൂറിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. ജില്ലാ മെഡിക്കൽ ഓഫീസ് മാനന്തവാടിയിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാനന്തവാടി DMO ഓഫീസ് ഉപരോധിച്ചു. ഓഫീസ് മാറ്റാൻ ഒരു നീക്കവുമില്ലെന്ന് OR കേളു MLA അറിയിച്ചു. മറിച്ചുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. DMO ഓഫീസ് മാറ്റാനുള്ള നീക്കം ഞങ്ങൾ അനുവദിക്കില്ല. ഓഫീസ് മാറ്റുന്നതിന് അനുവദിക്കുകയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തകർ DMO ഓഫീസ് ഉപരോധിച്ചു. MG ബിജു, ഡെന്നീസൺ കണിയാരം, റഷീദ് ത്രിസിലേരി, അസീസ് വാളാട് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഉപരോധം. മാനന്തവാടിയിലുള്ള DMO ഓഫീസ് കൽപ്പറ്റയിലേക്ക് മാറ്റാൻ നീക്കം നടക്കുന്നതായാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നില്ലെന്ന് DMO അറിയിച്ചു. മാനന്തവാടിയിൽ നിന്ന് DMO ഓഫീസ് മാറ്റാൻ നീക്കമില്ലെന്ന് MLA OR കേളു അറിയിച്ചു. മറിച്ചുള്ള വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും പറഞ്ഞു. വയനാട് ന്യൂസ്, മാനന്തവാടി.
മാനന്തവാടി ജില്ലാശുപത്രി പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ മാനന്തവാടി നഗരസഭ ഊർജ്ജസ്വല നടപടികളുമായി മുന്നേറുന്നതിനിടെയാണ് നഗരസഭാ ഓഫീസിന് തൊട്ടടുത്ത് ജില്ലാശുപത്രിയുടെ മോർച്ചറിയിലേക്കുള്ള വഴിയിൽ പോളിത്തീൻ ബാഗുകളും പ്ലാസ്റ്റിക് കുപ്പികളും കൊണ്ടുവന്ന് തള്ളുന്നത്. ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മാലിന്യ സംസ്കരണത്തിന് നൂതന സംവിധാനങ്ങളൊന്നും തന്നെ ആശുപത്രി പരിസരത്ത് ഏർപ്പെടുത്താത്തതാണ് മാലിന്യം കുന്നുകൂടുന്നതിന് കാരണമായത്. വിവിധ മരുന്നുകളുടെ പാക്കറ്റുകൾ, മുറിവ് വൃത്തിയാക്കിയ ശേഷം ഉപേക്ഷിക്കുന്ന കോട്ടണുകൾ എന്നിവയും ഇവിടെയുണ്ട്. പരിസരത്തുകൂടെ നടക്കുമ്പോൾ വൻ ദുർഗന്ധമാണ് അനുഭവപ്പെടുക. മാലിന്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ ഇത് തീയിടുകയാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ അസഹ്യമായ ഗന്ധവും അനുഭവപ്പെടും. ഇതൊന്നും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന ആരോപണമാണുള്ളത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെ നഗരസഭാ അധികൃതർ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ആശുപത്രിയിൽ എത്തുന്നവർ ഭക്ഷണങ്ങളും മറ്റും യഥേഷ്ടം പ്ലാസ്റ്റിക് കവറുകളിൽ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകളാണ് കൂടുതലായും ഇവിടെ ഉപേക്ഷിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ കൂട്ടിയിടുന്നതിനാൽ കിടത്തി ചികിത്സയിൽ കഴിയുന്നവർ ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റും ഇവിടെ കൊണ്ടുവന്നിടുന്നുണ്ട്. ഇത് തെരുവുനായ ശല്യത്തിനും കാരണമാകുന്നു. ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആശുപത്രി പരിസരം അനാരോഗ്യം പേറുന്നത് കാണേണ്ടവർ കണ്ണടക്കുകയാണെന്ന ആക്ഷേപമാണ് ഉള്ളത്. സർജിക്കൽ വാർഡും ജനറൽ വാർഡും അടക്കമുള്ള ആശുപത്രി കോംപ്ലക്സിന്റെ പരിസരത്താണ് ഇത് എന്നതാണ് ഏറ്റവും ഖേദകരമായ ഒരു കാര്യം. ജില്ലയിലെ നിരവധി ആളുകൾ, രോഗികളായ നിരവധി ആളുകൾ വന്നു പോകുന്ന ഈ ജില്ലാ ആശുപത്രിയിൽ ഈ തരത്തിലുള്ള മാലിന്യ കൂമ്പാരം കിടക്കുന്നത് നിലവിൽ കണ്ടമാനം രോഗങ്ങൾ പടരുന്നതിന് കാരണമാവുകയാണ്. ഇതൊന്നും വേണ്ട രീതിയിൽ പരിഗണിക്കുകയോ വേണ്ട രീതിയിൽ അതിനെ നീക്കം ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നത് ഏറ്റവും മോശകരമായ ഒരു കാര്യമാണ്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം ജില്ലയിൽ പരിശോധന കർശനമാക്കി. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ച് ജില്ലയിലെ ബേക്കറികളിലും കൂൾബാറുകളിലും പരിശോധന തുടങ്ങിയത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 14 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. വിവിധ സ്ഥാപനങ്ങൾക്ക് 26,500 രൂപ പിഴ ചുമത്തി. ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ സംയുക്തമായി ഹെൽത്തി കേരള റൈഡ് നടത്താൻ പോകുന്നതായി ചൊവ്വാഴ്ച വയനാട് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പരിശോധനയ്ക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർമാരായ CP പ്രദീപ് കുമാർ, ഡോക്ടർ VS ശ്രീഷ്മ എന്നിവർ നേതൃത്വം നൽകി. ഫുഡ് സേഫ്റ്റി ലൈസൻസ്, രജിസ്ട്രേഷൻ എന്നിവ എടുക്കാത്ത സ്ഥാപനങ്ങൾ എത്രയും വേഗം എടുക്കണമെന്ന് ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ CP രാമചന്ദ്രൻ അറിയിച്ചു. വയനാട് ന്യൂസ്, മാനന്തവാടി. ഇനി ജലം ജീവജലം. നെന്മേനി പഞ്ചായത്തിലെ ചീരാൽ കായൽക്കുന്ന് നായ്ക്ക കോളനിയിൽ 100ഓളം കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ കടുത്ത ദുരിതത്തിൽ. കുടിവെള്ളത്തിന് ആശ്രയിച്ചിരുന്ന ഏക കിണറിൽ വെള്ളമില്ലാതായതോടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും പ്രയാസപ്പെടുകയാണ് കോളനി നിവാസികൾ. ചീരാൽ കായൽക്കുന്ന് കോളനി നിവാസികളായ നായ്ക്ക വിഭാഗത്തിൽപ്പെട്ട 100ഓളം കുടുംബങ്ങൾക്ക് ഏക ആശ്രയമായ കിണറിൽ വെള്ളം കുറഞ്ഞതോടെയാണ് ദുരിതം വർദ്ധിച്ചത്. ഈ കിണറിൽ പമ്പ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തതിനാൽ വെള്ളം കോരിയാണ് എടുത്തിരുന്നത്. ജനകീയ കമ്മിറ്റി ഏറ്റെടുത്ത മറ്റൊരു കിണർ പ്രദേശത്തുണ്ടെങ്കിലും അതിന്റെ ഗുണം കോളനിക്കാർക്ക് ലഭിക്കുന്നില്ലെന്ന് പറയുന്നു. വൃദ്ധരും കുട്ടികളുമടക്കം രാവിലെ തന്നെ ആകെയുള്ള കിണറിന് ചുറ്റും വെള്ളം ശേഖരിക്കാനെത്തും. അരമണിക്കൂർ കോരിയെടുക്കാനുള്ള വെള്ളം മാത്രമാണ് കിണറിലുണ്ടാവുക. രാവിലെയും വൈകുന്നേരങ്ങളിലുമായി മറ്റു ജോലികൾ ഉപേക്ഷിച്ച് കുടിവെള്ളം ശേഖരണത്തിന് പ്രയത്നിക്കേണ്ടി വരികയാണ് ഇവർക്ക്. പഞ്ചായത്ത് നൽകുന്ന കിയോസ്കുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. കുടിവെള്ള പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് പ്രദേശത്തെ കുടുംബങ്ങളുടെ ആവശ്യം. 100 കുടുംബമുണ്ട്. ഓരോ വീട്ടിൽ 3 കുടുംബം 4 കുടുംബമൊക്കെയാണ് ജീവിക്കുന്നത്. അവർക്കൊക്കെ വെള്ളം വേണ്ടേ? ആദിവാസി കിട്ടിയ കിണർ ആദിവാസിക്ക് കിട്ടണ്ടേ? ഇത് അത് കിട്ടുന്നില്ല. അത് മറ്റവരാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ചേട്ടനും വെള്ളം വിടുന്ന 1 മാസമായി പൈസക്ക് മാത്രം ഓടിപ്പാറ്റി വരും. ഞാൻ എവിടുന്ന ഈ മുതുക്കി തള്ളി പോയി വെള്ളം കോരി കൊണ്ടാണ് കുടിക്കാറ്. എല്ലാ വീട്ടിലും അല്ലെങ്കിൽ വേണ്ട, എല്ലാ വീട്ടിലും പൈപ്പ് വെള്ളം വേണ്ട. ഒരു വീട്ടിൽ ഒഴിവാക്കിയ എല്ലാ വീട്ടിലും വെള്ളം ഉണ്ടല്ലോ. അവർക്ക് വേണ്ട, എല്ലാ വീട്ടിലും വേണ്ട. ഞാൻ എവിടുന്ന പോയി കൊണ്ടുവരാനും ഈ മുതുക്കി തള്ളി. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. വേനൽ മഴ ലഭിച്ചിട്ടും വയനാട്ടിൽ ചൂട് കുറയുന്നില്ല. പകൽ സമയങ്ങളിലെ പോലെ രാത്രിയിലും താപനില ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. 32 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയ ചൂട്. താപനില ഉയരുന്നത് കാർഷിക വിളകളെ ബാധിച്ചു. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിൽ പലയിടത്തും കുരുമുളകും കാപ്പിയും ഉൾപ്പെടെ വിളകൾ വ്യാപകമായി ഉണങ്ങി നശിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഈ പഞ്ചായത്തുകളിൽ വേനൽ മഴ ലഭിച്ചത്. ചൂട് കനത്തതിനെ തുടർന്ന് തൊഴിൽ സമയം പുനഃക്രമീകരിച്ച് കൊണ്ടുള്ള ലേബർ കമ്മീഷണറുടെ ഉത്തരവ് ഇറങ്ങിയെങ്കിലും ഇത് പാലിക്കപ്പെടുന്നില്ലെന്ന് പരാതിയുണ്ട്. പൊതുസ്ഥലങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ പൊരിവെയിലത്താണ് ജോലി ചെയ്യുന്നത്. ഏപ്രിൽ 30 വരെ പകൽ ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവർക്ക്
ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ വിശ്രമം അനുവദിക്കണമെന്നായിരുന്നു ലേബർ കമ്മീഷണറുടെ ഉത്തരവ്. പകൽ സമയത്ത് പുറത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ 8 മണിക്കൂറായി നിജപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. തൊഴിലിടങ്ങളിൽ നേരിട്ട് പരിശോധന നടത്തണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാൽ കാര്യക്ഷമമായ പരിശോധനകൾ എങ്ങും ഉണ്ടായില്ല. ഫ്ളാറ്റ്, വീട്, റോഡ്, എസ്റ്റേറ്റ് എന്നിവിടങ്ങളിലെല്ലാം ജോലി ചെയ്യുന്നവർ വേനൽ ചൂടിൽ കഷ്ടപ്പെടുകയാണ്. ചൂട് വർദ്ധിച്ചതോടെ മിനറൽ വാട്ടർ അടക്കമുള്ളവയുടെ വിൽപ്പന ഇരട്ടിയായി. പഴവർഗ്ഗങ്ങളുടെ വിൽപ്പനയും വർദ്ധിച്ചു. ഈ മാസം അവസാനം വരെ ശക്തമായ ചൂട് നിലനിൽക്കുമെന്ന സൂചനയാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്നത്. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. മാനന്തവാടി, എടവക, പനമരം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉള്ളിശ്ശേരി പുലിക്കാട് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന പ്രദേശവാസികളുടെ വർഷങ്ങൾ പഴകിയ ആവശ്യം ഇനിയും നടപ്പായില്ല. 1999 സോളിംഗ് നടത്തിയെങ്കിലും ഇതുവരെ തുടർ പ്രവൃത്തികൾ നടത്തിയിട്ടില്ല. 1999 സോളിംഗ് നടത്തിയതല്ലാതെ പിന്നീട് ഇതുവരെയായി യാതൊരുവിധ പ്രവൃത്തികളും നടത്താത്തതിനാൽ റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. ഓട്ടോറിക്ഷകൾ പോലും സർവീസ് നടത്താൻ മടിക്കുന്നത് പ്രദേശത്തെ 100 കണക്കിന് കുടുംബങ്ങളെയാണ് ദുരിതത്തിലാക്കിയിരിക്കുന്നത്. ദ്വാരക ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് 6 മൈൽ, കമ്മന, കുണ്ടാല എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികളുടെ ആശ്രയമായ റോഡ് കൂടിയാണിത്. റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. മഴക്കാലത്ത് ഇതിലൂടെ കാൽനടയാത്ര പോലും ദുഷ്കരമായി മാറും. അതേസമയം എടവക പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഭാഗം പൂർണ്ണമായും ടാറിംഗ് പൂർത്തീകരിച്ചതുമാണ്. 6 മൈലിൽ നിന്നും മാനന്തവാടിയിലേക്കുള്ള എളുപ്പമാർഗം കൂടിയാണിത്. വെറും 500 മീറ്റർ മാത്രം ടാറിംഗ് നടത്തിയാൽ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ കഴിയും. എന്നാൽ ഇക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് തികഞ്ഞ അനാസ്ഥയാണ് ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. എൻ്റെ അറിവ് വെച്ച് 99 സോളിംഗ് ചെയ്തിട്ട് ആകെ 500 മീറ്ററാണ്. ഇതുവരെ റോഡ് എന്താക്കിയിട്ടില്ല, പണി പൂർത്തിയാക്കിയിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് എടവക പഞ്ചായത്തിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞ റോഡാണ്. പിന്നെ ഇവിടുന്ന് ഈ കല്ലൂർ സ്കൂളിലേക്കുള്ള ഒരു 100 കണക്കിന് കുട്ടികൾ ഇതിൽ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ദ്വാരക സ്കൂളിലേക്കുള്ള കുട്ടികളിൽ ബസ്സിന് പോകുന്നതിനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഇത് 2 കിലോമീറ്ററുള്ള ഈ സ്കൂളിലേക്ക് പോകുന്നതാണെങ്കിൽ എപ്പം നോക്കിയാലും ഈ പ്രദേശത്തിനോട് ഈ പനമരം പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിൻ്റെ അവഗണന. വാർഡ് മെമ്പറോട് ചോദിച്ചാൽ പറഞ്ഞ് 3.25 ലക്ഷം റുപ്യ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ടെൻഡർ കൊടുക്കുന്നില്ല, ടെൻഡർ ആരും എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് നമ്മൾ അറിയില്ല. അങ്ങനത്തെ ഒരു മറുപടിയാണ് പഞ്ചായത്ത് പറയുന്നത്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി വയനാട് ജില്ലാ കൺവെൻഷനും പൊതുസമ്മേളനവും ഈ മാസം 29 കൽപ്പറ്റ തിരുഹൃദയ ദേവാലയ ഹാളിൽ നടക്കും. കൺവെൻഷനിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ ജനകീയ സമരപരിപാടികൾ ശക്തമാക്കുകയാണ് കൺവെൻഷന്റെ ലക്ഷ്യം. ആദിവാസികൾ തിങ്ങി താമസിക്കുന്ന വയനാട് ജില്ലയെ മദ്യവിരുദ്ധ ജില്ലയായി പ്രഖ്യാപിക്കുക, നമ്മുടെ കേരള സംസ്ഥാനത്ത് ഘട്ടം ഘട്ടമായി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, സുപ്രീം കോടതിയുടെ ഈ അടുത്ത കാലത്തെ നിർണായകമായ വിധി ദേശീയ പാതയോരങ്ങളിലെ മദ്യഷാപ്പുകൾ നിർത്തലാക്കുവാനുള്ള സുപ്രീം കോടതി വിധി അങ്ങനെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് കാര്യക്ഷമമായി നടപ്പാക്കുക. പനമരം ടൗണിലെ വിദേശ മദ്യശാല ജനവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സമരസമിതി പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിലെ ദുരൂഹത നീക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യണം. ഒരു കാരണവശാലും മദ്യശാല തുറക്കാൻ അനുവദിക്കില്ലെന്നും ഇവർ പറഞ്ഞു. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ മദ്യശാല ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് അടച്ചിട്ടിരിക്കുന്നത്. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന മദ്യം എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. PJ ബേബി, K അസീസ്, ശശി പോൾ, A പുരുഷോത്തമൻ, V അസീസ്, K നാസർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സമരസമിതിയുടെ ഭാരവാഹികൾ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ കൊണ്ടുവന്നതിന് ശേഷം തിരുവനന്തപുരത്ത് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ പോയി വയനാട് ജില്ലയിലെ റോഡുകളുടെ തരംതിരിവിനെ സംബന്ധിച്ചുള്ള അവസാനമായി 2000 ജൂൺ മാസത്തിൽ ഇറങ്ങിയ ഗസറ്റിന്റെ നോട്ടിഫിക്കേഷൻ ബന്ധപ്പെട്ട എല്ലാ ഓഫീസും, ജില്ലാ കളക്ടർ, ബിവറേജ് കോർപ്പറേഷൻ, എക്സൈസ് കമ്മീഷണർ എല്ലാവർക്കും ഇത് കൊടുത്തു. ഈ പഴയ സ്ഥലത്തൊന്നും മാറ്റേണ്ട കാര്യമില്ല, കാരണം ജനവാസ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് കൊടുത്ത് 12 ദിവസം കഴിഞ്ഞു. ഈ 12 ദിവസം കഴിഞ്ഞിട്ടും ഈ ബിവറേജ് കോർപ്പറേഷനും ഈ സ്വകാര്യ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ ഗൂഢാലോചനയുടെ ഭാഗമായി ഇവരിവിടുന്ന് മാറ്റാനുള്ള ശ്രമം നടത്തിയിട്ടില്ല. KSRTC മാനന്തവാടി ഡിപ്പോയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് ശബരി സൂപ്പർ ഡീലക്സ് സർവീസ് ശനിയാഴ്ച ഓടി തുടങ്ങും. 2.5 മാസത്തെ വിശ്രമത്തിന് ശേഷമാണ് മാനന്തവാടിയിൽ ദീർഘദൂര സർവീസിനെത്തിച്ച ശബരി എക്സ്പ്രസ് നിരത്തിലിറങ്ങുന്നത്. പത്തനംതിട്ട സർവീസ് ശനിയാഴ്ച OR കേളു MLA ഉദ്ഘാടനം ചെയ്യും. മാനന്തവാടി, ബത്തേരി ഡിപ്പോകളിൽ 10 ശബരി സൂപ്പർ ഡീലക്സ് ബസ്സുകൾ പെർമിറ്റ് ലഭിക്കാതെ നിർത്തിയിട്ടിരിക്കുന്നതായി വയനാട് ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 15-നാണ് 5 ശബരി എക്സ്പ്രസ് ബസ്സുകൾ മാനന്തവാടി ഡിപ്പോയിൽ എത്തിച്ചത്.
തിരുവനന്തപുരം പത്തനംതിട്ട റൂട്ടുകളിലേക്ക് സർവീസ് നടത്തുന്നതിന് 2 വീതം ബസ്സുകളും ബസ്സുകൾക്ക് കേടുപാട് സംഭവിക്കുമ്പോൾ യാത്ര മുടങ്ങാതിരിക്കാൻ 1 ബസ്സും എന്ന നിലയിലാണ് 5 ബസ്സുകൾ എത്തിച്ചത്. ചീഫ് ഓഫീസിൽ നിന്നും അനുമതി ലഭിക്കാത്തതിനാലാണ് ബസ്സുകൾ ഓടുന്നതിന് തടസ്സം നേരിട്ടത്. ഓഫീസിൽ നിന്നും അനുമതി ലഭ്യമാക്കാൻ OR കേളു MLAയും നിരന്തര ഇടപെടൽ നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് പത്തനംതിട്ട സർവീസ് ഓടുന്നതിന് അനുമതി നൽകിക്കൊണ്ട് ചൊവ്വാഴ്ച ചീഫ് ഓഫീസിൽ നിന്ന് മാനന്തവാടി ഡിപ്പോയിലേക്ക് അറിയിപ്പ് ലഭിച്ചു. എല്ലാ ദിവസവും രാത്രി 10:30 മാനന്തവാടിയിൽ നിന്നും പുറപ്പെട്ട് തൃശൂർ, മൂവാറ്റുപുഴ, കോട്ടയം വഴിയാണ് ഈ ബസ് പത്തനംതിട്ടയിലെത്തുക. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് പത്തനംതിട്ടയിൽ നിന്ന് ഇതേ റൂട്ടിൽ മറ്റൊരു ബസ് മാനന്തവാടിയിലേക്കും പുറപ്പെടും. ഇനി തിരുവനന്തപുരം ബസ്സിനുകൂടി അനുമതി ലഭിക്കുന്നതോടെ എല്ലാ ശബരി എക്സ്പ്രസ് സർവീസുകളും ഓടിത്തുടങ്ങും. പത്തനംതിട്ട ബസ് സർവീസ് ശനിയാഴ്ച രാവിലെ 10:30 OR കേളു MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് മാനന്തവാടി ATO രഞ്ജിത്ത് പറഞ്ഞു. ശനിയാഴ്ച ഈ 29 ശനിയാഴ്ച 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നതാണ് MLA അറിയിച്ചിരിക്കുന്നത്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. കേരള കർണാടക അതിർത്തിയോട് ചേർന്ന് 1957 കബനി തീരത്ത് ഏകാധ്യാപക വിദ്യാലയമായി ആരംഭിച്ച പെരിക്കല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 1 വർഷം നീളുന്ന 60ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തിരുമുറ്റം 2017 ഉദ്ഘാടനം ശനിയാഴ്ച MI ഷാനവാസ് MP നിർവഹിക്കും. 1957 മുതൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും ജൂബിലി ആഘോഷത്തിൽ പങ്കുചേരണമെന്ന് സംഘാടകർ അറിയിച്ചു. IC ബാലകൃഷ്ണൻ MLA അധ്യക്ഷനായിരിക്കും. സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര നാടക പ്രവർത്തകൻ അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കലാസന്ധ്യ അരങ്ങേറും. 29 രാവിലെ 9:30 ഓർമ്മച്ചെപ്പ്, ചരിത്ര സാംസ്കാരിക പ്രദർശനം ആദ്യകാല അധ്യാപകൻ KC കുട്ടൻ ഉദ്ഘാടനം ചെയ്യും. 10:30 രക്തഗ്രൂപ്പ് നിർണയവും രക്തദാന ക്യാമ്പും ഗ്രാമപഞ്ചായത്ത് അംഗം മുനീർ ആച്ചിക്കുളം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഒന്നിച്ചിരിക്കൽ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്ന് കുടുംബസംഗമവും ആദ്യകാല അധ്യാപകരെ ആദരിക്കലും ശിവദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്ക് സാംസ്കാരിക സമ്മേളനം, സ്വാഗതഗാനം 60 പൂർവ്വ വിദ്യാർത്ഥികൾ ആലപിക്കും. ദീപം തെളിയിക്കൽ, മൺമറഞ്ഞ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപകരെ ഓർമ്മിക്കൽ, പ്രഥമ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉഷാകുമാരിയും പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ റജി മാസ്റ്ററും ആദിവാസി മേഖലയിൽ നിന്നും ഉന്നത വിജയം നേടിയവരെ ആദരിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ കൃഷ്ണനും നിർവഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ, ബൈരക്കുപ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിരുപ്പതി ഉൾപ്പെടെ ജനപ്രതിനിധികൾ പങ്കെടുക്കും. വൈകിട്ട് 5 കലാസന്ധ്യ, പൂർവ്വ വിദ്യാർത്ഥികളുടെ കോമഡി സ്കിറ്റ്, തിരുവാതിര, ഒപ്പന, മാർഗംകളി തുടങ്ങിയ നൃത്തനൃത്യങ്ങളും വയനാട് പഴമ്പാട്ടുകൂട്ടം അവതരിപ്പിക്കുന്ന നാടൻ ഗാനവിരുന്നും തിരുമുറ്റത്തിന്റെ ഭാഗമായി നടക്കും. ബാലനാരായണൻ, KM സെൽവരാജ്, PS കലേഷ്, കുന്നത്ത് ജോസ്, PN കുര്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ സ്ത്രീരോഗ നിർണയ ക്യാമ്പ് നടത്തും. സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ പ്രശ്നങ്ങൾ, അമിത രക്തസ്രാവം, ആർത്തവമില്ലായ്മ, ആർത്തവ സമയത്തെ വേദന, വെള്ളപ്പോക്ക്, PCOD, ഹൈബ്രോയിഡ് തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ആയുർവേദ ഡോക്ടർമാർ ഈ മാസം 30 രാവിലെ 10 മണി മുതൽ കൽപ്പറ്റ എമിലിയിലെ കണ്ണൂർ ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സൗജന്യ പരിശോധന ക്യാമ്പ് നടത്തും. തെരഞ്ഞെടുക്കുന്ന രോഗികൾക്ക് ആയുർവേദ സ്ത്രീരോഗ വിദഗ്ധയുടെ കീഴിൽ തുടർ പരിശോധനയും സൗജന്യ ചികിത്സയും ലഭ്യമാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അമിത രക്തസ്രാവം, ആർത്തവമില്ലായ്മ, ആർത്തവ സമയത്തെ വേദന, വെള്ളപ്പോക്ക്, PCOD, ഫൈബ്രോയിഡ് തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ആയുർവേദ ഡോക്ടർമാർ 30/4/2017 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ കൽപ്പറ്റ എമിലിയിലുള്ള കണ്ണൂർ ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് സൗജന്യ പരിശോധന ക്യാമ്പ് നടത്തുന്നു. അന്നേ ദിവസം നടത്തുന്ന ക്യാമ്പിൽ തിരഞ്ഞെടുക്കുന്ന രോഗികൾക്ക് ആയുർവേദ സ്ത്രീരോഗ വിദഗ്ധരുടെ കീഴിൽ തുടർ പരിശോധനയും സൗജന്യ ചികിത്സയും മെയ് 2, 4, 14 തീയതികൾ ഉണ്ടായിരിക്കുന്നതാണ്. കടലാസ് വില വർധനയിൽ പ്രതിഷേധിച്ച് കേരള പ്രിന്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അടുത്ത മാസം 3 കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അമിതമായ കടലാസ് വില പ്രിന്റിംഗ് വ്യവസായത്തെ തകർച്ചയിലേക്കാണ് നയിക്കുന്നത്. അസോസിയേഷൻ ഗവൺമെന്റിന് നൽകിയ നിവേദനത്തിലെ വിവിധ ആവശ്യങ്ങൾ ഉടൻ അംഗീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ധർണ മുൻ MLA MV ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്യും. നാളിതുവരെയായിട്ട് യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും വന്നില്ല. അപ്പോൾ ഈ ഉള്ള പ്രശ്നങ്ങളിൽ പ്രധാനമായിട്ടും കടലാസ് വില വർധനവിലും അതേപോലെ മറ്റുള്ള ഞങ്ങളുടെ ആവശ്യങ്ങളും പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മെയ് 3 നമ്മുടെ ബസ്സുകൾ ഉച്ചവരെ 1 മണി വരെ ജില്ലയിലെ മുഴുവൻ ബസ്സുകളും അടച്ചിട്ടിട്ട് ധർണ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്പിക്കുല്ലി സെന്റ് മേരീസ് യാക്കോബൈറ്റ് സിംഹാസന പള്ളിയിൽ MJSSAയുടെ നേതൃത്വത്തിൽ കൗമാരക്കാർക്ക് ഏകദിന സ്വഭാവ രൂപീകരണ ക്യാമ്പ് നടത്തി. MJSSA വൈസ്
പ്രസിഡന്റ് ഫാദർ ഷിബു കുറ്റിപ്പറച്ചിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോർജ് തോമസ് പുല്യാട്ടേൽ അധ്യക്ഷനായിരുന്നു. ഫാദർ സൈമൺ മാലിയിൽ, ഫാദർ അജു ചാക്കോ, ബിജു കെ ജെ, CM ഐസക്, AP ജോൺ, PM രാജു തുടങ്ങിയവർ സംസാരിച്ചു. സ്വഭാവം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ തനിച്ചിരിക്കുമ്പോൾ ഞാൻ ആരാണോ അതാണ് എൻ്റെ സ്വഭാവം, അല്ലേ? എല്ലാവരുടെയും മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും വൃത്തികേട് കാണിക്കാൻ തയ്യാറാവോ? അതെന്റെ സ്വഭാവമൊന്നുമല്ല. ആരും കാണാതിരിക്കുമ്പോൾ ഞാൻ എന്താണോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അതാണ് എൻ്റെ സ്വഭാവം. കോട്ടത്തറ മോട്ടോ 7 ക്ലബിന്റെ നേതൃത്വത്തിൽ അടുത്ത മാസം 7-ന് മയിലാടിയിൽ 4x4 ജീപ്പ് റേസ് നടത്തും. വിവിധ വാഹനങ്ങളുടെ സാഹസികമായ ഡൈവിംഗും വാഹനങ്ങളുടെ ടെസ്റ്റ് ഡൈവ്, റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണവുമായി പരിപാടി ലക്ഷ്യം വെക്കുന്നതെന്ന് ഭാരവാഹികളായ മുഹമ്മദ് അലി, പ്രവീൺ കൃഷ്ണ, ടോജിൻ തുടങ്ങിയവർ പറഞ്ഞു. പൊതുജനങ്ങൾക്ക് നിത്യേന ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഭാഗങ്ങളുടെ പരിചയപ്പെടുത്തലും ഉണ്ടാകും. ഇന്ത്യയിൽ വെച്ച് ഏറ്റവും നല്ല അഡ്വഞ്ചർ വാഹനങ്ങൾ, ഏറ്റവും നല്ല അഡ്വഞ്ചർ റൈഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം ഇപ്പം കർണാടക, കേരള, തമിഴ്നാട് സ്റ്റേറ്റുകളിൽ നിന്നാണ് റൈഡേഴ്സ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, അവർക്ക് അവരുടെ വണ്ടികളെ കുറിച്ചൊന്നും അറിയില്ല. അവർക്ക് വേണ്ടിയിട്ട് വണ്ടികളുടെ ഒരു സ്കെൽറ്റൻ, അതായത് ഫുൾ സ്പെയർ ചെയ്ത് കുറേ വാഹനങ്ങൾ അവിടെ ഉണ്ടാവും. വണ്ടിൻ്റെ ആന്തരിക അവയവങ്ങൾ മുഴുവനായിട്ട് അവർക്ക് കാണാനും പരിചയപ്പെടാനുള്ളൊരു സ്കീം ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല സമ്മാന പദ്ധതികളുണ്ട്. പിന്നെ റോഡ് സുരക്ഷ, സേഫ്റ്റി, കാരണം ഇപ്പം നമുക്കറിയാം ഒരുപാട് ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ മാക്സിമം ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം എന്തൊക്കെ സേഫ്റ്റി ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു ബോധവൽക്കരണം കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഓർഗനൈസ് ചെയ്യുന്നത്. 3G ഡിജിറ്റൽ വേൾഡിന്റെ പുതിയ ഷോറൂം പുൽപ്പള്ളിയിൽ പ്രശസ്ത സിനിമാ താരം ഗായത്രി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പുൽപ്പള്ളി ബത്തേരി റോഡിൽ വിജയ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് പുതുതായി 3G ഡിജിറ്റൽ ഷോറൂം ഉള്ളത്. മാനേജിംഗ് ഡയറക്ടർ MK ഷാജി, മാർക്കറ്റിംഗ് ജനറൽ മാനേജർ അനീഷ് CR, ഓപ്പറേഷൻ ജനറൽ മാനേജർ നദീർ CK, സ്റ്റേറ്റ് ഹെഡ് മുഹമ്മദ് ജയ്സൽ, മാർക്കറ്റിംഗ് AGM ഫിറോസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പർച്ചേസ് ചെയ്തവരിൽ നിന്ന് ലാഭം ഈടാക്കിയിരുന്നില്ല. ഉദ്ഘാടനത്തിൽ പങ്കെടുത്തവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളും നൽകി. സാധാരണക്കാർ മുതൽ എല്ലാ തലത്തിലുള്ള ഉപഭോക്താക്കളെയും സംതൃപ്തിപ്പെടുത്തുന്ന സേവനങ്ങളാണ് 3Gയുടെ സവിശേഷതയെന്നും വിലക്കുറവുകൾക്ക് പുറമെ ഒട്ടേറെ ആനുകൂല്യങ്ങളും 3G നൽകുന്നുണ്ടെന്നും സിനിമാ നടി ഗായത്രി പറഞ്ഞു. 2018 ആകുമ്പോഴേക്കും ഇവര് 100 ഷോറൂംസ് തുടങ്ങുമെന്നാണ് പറയണേ. നമുക്ക് എല്ലാവർക്കും അവർക്ക് ഓൾ ദി ബെസ്റ്റ് വിഷ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഏതെങ്കിലും ഒരു ഷോറൂം വിസിറ്റ് ചെയ്യണം, കാരണം ഇറ്റ്സ് വർത്ത് ഇറ്റ്. എല്ലാ മേഖലകളിലെയും ജനങ്ങൾക്ക് ഗുണനിലവാരമുള്ളതും വിലക്കുറവിലുമാണ് 3G ഡിജിറ്റൽ വേൾഡിന്റെ പ്രവർത്തനങ്ങളെന്നും 2019ഓടുകൂടി കേരളത്തിലുടനീളം 100 ഷോറൂമുകളിലായി 700 കോടി രൂപയുടെ വിറ്റുവരവാണ് 3G ലക്ഷ്യമിടുന്നതെന്നും പടിപടിയായുള്ള വളർച്ചയാണ് തന്റെ സ്ഥാപനത്തിന്റെ പ്രധാന ഘടകമെന്നും മാനേജിംഗ് ഡയറക്ടർ MK ഷാജി പറഞ്ഞു. 36 അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ 400-ൽ പരം ഉൽപ്പന്നങ്ങളാണ് 3G വേൾഡിലൂടെ വിൽപ്പന നടത്തുന്നത്. മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, ലാപ്ടോപ്പ്, ക്യാമറ, വാച്ച് തുടങ്ങിയ ഉൽപ്പന്നങ്ങളും 3Gയിലൂടെ ലഭ്യമാക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകളാണ് 3G ഡിജിറ്റൽ വേൾഡിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. 3G ഡിജിറ്റൽ വേൾഡിന്റെ 45ാമത് ഷോറൂം മേപ്പാടിയിൽ ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരം ഗായത്രി സുരേഷും ഡയറക്ടർ ഹാജിറ ഷാജിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. മേപ്പാടിയിൽ 3G ഷോറൂം എത്തിയതിന്റെ ആവേശത്തിൽ ആയിരക്കണക്കിന് ഉപഭോക്താക്കളാണ് ഷോറൂമിന് മുന്നിൽ ഉദ്ഘാടന വേളയിൽ തടിച്ചുകൂടിയത്. ഉദ്ഘാടനം പ്രമാണിച്ച് ഉപഭോക്താക്കൾക്ക് 3G ഇന്ന് നിരവധി ഓഫറുകളാണ് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. അമ്പുകുത്തി ഗോവിന്ദമൂലച്ചിറയിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മരിച്ചത് മൂലങ്കാവിലെ റിൻഷാദ്. അപകടം അവധിക്കാലത്തെ ബന്ധുവീട് സന്ദർശനത്തിനിടെ. മരണക്കെണിയായി ഗോവിന്ദമൂലച്ചിറ. മുങ്ങിമരണം തുടർക്കഥയായിട്ടും DTPCക്കും നെന്മേനി പഞ്ചായത്തിനും അറിഞ്ഞ ഭാവമില്ല. ചിറ സന്ദർശിക്കാൻ പോലും കൂട്ടാക്കാതെ DTPC അധികൃതർ. കൽപ്പറ്റ കോടതിയിൽ നിന്ന് റിമാൻഡ് പ്രതി രക്ഷപ്പെട്ടത് പെരിന്തൽമണ്ണ മേലാറ്റൂരിലെ മൻസൂർ. ചീരാൽ കായൽക്കുന്ന് നായ്ക്ക കോളനിയിൽ കുടിവെള്ളമില്ലാതെ 100ഓളം കുടുംബങ്ങൾ. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ല. ഭക്ഷ്യസുരക്ഷാ വിഭാഗം ജില്ലയിൽ പരിശോധന കർശനമാക്കി. 14 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ്. പരിശോധന പകർച്ചവ്യാധികളുടെ പശ്ചാത്തലത്തിൽ. മാനന്തവാടി പത്തനംതിട്ട ശബരി സൂപ്പർ ഡീലക്സ് സർവീസിന് ശനിയാഴ്ച ഫ്ളാഗ് ഓഫ്.
ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.